എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആശയം എന്ന് പറയുന്നത് ചൈൽഡ് സൈക്കോളജിസ്റ്റ് എന്നുള്ള ആശയത്തെക്കുറിച്ചാണ്. അപ്പോൾ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. ഇത് സ്റ്റഡി ഓഫ് മൈൻഡാണ്. സൈക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് മൈൻഡാണ്. അപ്പോൾ മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളെയാണ് നമ്മൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അവർ മനസ്സിനെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെ അഗാധ തലങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. മനസ്സിനെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ഒരു വ്യക്തിയുടെ പെരുമാറ്റം മനസ്സിലാക്കുക എന്നുള്ളത്. ആ വ്യക്തിയുടെ പെരുമാറ്റം മനസ്സിലാക്കി അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെ മറ്റ് സാഹചര്യങ്ങളിൽ പല രീതിയിൽ പെരുമാറുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമായ പഠനമാണ് ഒരു സൈക്കോളജിസ്റ്റ് നടത്തുന്നത്. അവർ അബ്നോർമൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മനോവ്യാപാരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ അബ്നോർമൽ അതായത് ചില പെരുമാറ്റ വൈകല്യങ്ങളെക്കുറിച്ച് പഠിക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്, ആ പെരുമാറ്റ വൈകല്യങ്ങൾക്ക് വേണ്ട തക്കതായ രീതിയിലുള്ള ചികിത്സ നൽകാനും അതിനെക്കുറിച്ച് പ്രായോഗിക നിർദ്ദേശങ്ങൾ നടത്താനും ഒക്കെ അവർക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു സൈക്കോളജിസ്റ്റിൻ്റെ ജോലിയാണ് എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഉള്ള ഒരു ഏരിയയാണ് ചൈൽഡ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് സൈക്കോളജിസ്റ്റ് പഠിക്കുന്നത് പ്രത്യേകമായിട്ട് കുട്ടികളെ കുറിച്ച് മാത്രമാണ് അവർ പഠിക്കുന്നത്. ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ വൈകല്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക വളർച്ചയെക്കുറിച്ചും അവരുടെ വിവിധ തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയും. അതായത് ഓരോ ഡെവലപ്മെൻറ്റുകളുടെ ഏരിയാസിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ ഒരു പെരുമാറ്റങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓരോ ഏജ് കഴിയും തോറും അവരുടെ പെരുമാറ്റങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതിനുള്ള കാരണങ്ങൾ, അങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കാതെ അവരുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു, അഡോളസൻസിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച്, കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് കൗമാരഘട്ടത്തിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായും അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടൊക്കെ വരുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമായ പഠനമൊക്കെയാണ് ഈ ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ അഡോളസൻസ് വരെ ആയിരിക്കാം ചിലപ്പോൾ അവർ പഠിക്കുന്നത്. തുടർന്ന് ഉള്ളത് വേറെ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ആളുകൾ ആണ് അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മനോവ്യാപാരങ്ങളെ കുറിച്ചുള്ള പഠനമാണ്, അതിൽ പ്രത്യേകിച്ച് കുട്ടികളെക്കുറിച്ച് പഠിക്കുന്ന സൈക്കോളജിസ്റ്റുകൾ കുട്ടികളിലുള്ള മനോവ്യാപാരങ്ങളെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അയാളൊരു എക്സ്പേർട്ടാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അയാളൊരു എക്സ്പേർട്ടാണ്. അയാൾ മനസ്സിനെ കുറിച്ച് പഠിക്കുന്നു, മനസ്സിൻ്റെ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിൽ നിന്നും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഒരാളുടെ ബിഹേവിയറിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം വരെ അവർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. സയൻറ്റിഫിക്കായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വെറുതെ ഒരു സൂത്ത്സെയർ പറയുന്ന പോലെയല്ല, മറിച്ച് ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ അതിന് ഒരുപാട് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നു. അത് അവർക്ക് കിട്ടുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ, മനസ്സിനെ കുറിച്ചുള്ള അവർക്ക് കിട്ടുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന പഠനത്തിന് ശേഷമാണ് അത് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതിലൊക്കെ കണ്ടതിൽ വെച്ച് ഞാനിത് വളരെ പ്രായോഗികമായിട്ട് പറയുന്നതല്ല, പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണെന്നും വേണമെങ്കിൽ പറയാം. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് മദറാണ്. അമ്മയാണ് ഏറ്റവും വലിയ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് എന്ന് പലപ്പോഴും എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് തോന്നിയ ഒരു കാര്യമാണ്. അത് ഷെയർ ചെയ്യാനായിട്ട് തോന്നുകയാണ്. അതായത് എങ്ങനെയാണ് അമ്മ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ വിലയിരുത്താനായിട്ട് സാധിക്കുക. അതായത് ഒരു അമ്മ ഒരു കുട്ടിയുടെ എല്ലാ ചലനങ്ങളും അറിയുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും നിസ്തർക്കമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന സമയം മുതൽ ആ കുട്ടിയുടെ എല്ലാ ചലനങ്ങളും അമ്മ അറിയുന്നു എന്നുള്ളതാണ്. അതിൽ അമ്മ സന്തോഷിക്കുക മാത്രമല്ല, അമ്മ വൈകാരികമായും മാനസികമായും ശാരീരികമായും അതിൽ പങ്കുകാരിയാകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും നിസ്തർക്കമായ വ്യക്തിത്വം. അപ്പം കുട്ടിയോട്, അതായത് കുട്ടിയുടെ മനസ്സിനോട് ഏറ്റവും അനുരൂപയായ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് അമ്മയെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അമ്മ കുട്ടി ജനിക്കുന്നതിന് മുന്നേ മാത്രമല്ല, കുട്ടി ജനിച്ചതിന് ശേഷവും കുട്ടി ഏറ്റവും അറ്റാച്ച്ഡ് ആവുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഒരേ ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാം. ആ ഒരേ ഒരു വ്യക്തി അമ്മ മാത്രമാണ്. അപ്പം അമ്മയിൽ നിന്ന് കിട്ടുന്ന ബ്രസ്റ്റ് മിൽക്കും അമ്മയിൽ നിന്ന് കിട്ടുന്ന സമീപനവും അമ്മയുടെ കെയറും ചൂരും കൊണ്ടാണ് കുട്ടി പിന്നീട് വളർന്നു വരുന്നത്. നമുക്കറിയാം, ബ്രസ്റ്റ് മിൽക്കാണ്
കുട്ടിക്ക് ഏറ്റവും ഔഷധ ഗുണവും അതോടൊപ്പം തന്നെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യവും എന്ന് പറയുന്നത് ജനിച്ചതിന് ശേഷം അത് കൊടുക്കാൻ സാധിക്കുന്നത് അമ്മയ്ക്ക് മാത്രമാണ്. അപ്പോൾ അമ്മയുടെ ശാരീരിക സാമീപ്യം, അമ്മയ്ക്കുള്ള കുട്ടിയോടുള്ള ഇതിൽ നിന്നുമെല്ലാം അമ്മയ്ക്ക് കുട്ടിയുടെ ഓരോ സ്പന്ദനങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. എത്ര നേരം കുട്ടി ഉറങ്ങും, എത്ര നേരം കുട്ടി പാല് കുടിക്കും, എത്ര നേരം എപ്പോൾ കുട്ടി ഓരോ കാര്യങ്ങൾ സാധിക്കും എന്നുള്ളതെല്ലാം അമ്മ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അമ്മ മനസ്സിലാക്കുവാനായിട്ട് അമ്മയ്ക്ക് ഒരു പ്രായോഗിക പരിശീലനം എന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് എന്നതിനേക്കാൾ ഉപരി ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഇവിടെ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിന് കിട്ടുന്ന ഒരു പ്രായോഗിക പരിശീലനം കിട്ടുകയോ കൗൺസിലിംഗ് പ്രാക്ടീസ് കിട്ടുന്നതോ വഴിയല്ല അമ്മ ഇത് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അമ്മ ഇത് ചെയ്യുന്നത് ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് വഴി തൻ്റെ കുട്ടിയെ മനസ്സിലാക്കുകയും തൻ്റെ കുട്ടിയുടെ ഓരോ ഘട്ടങ്ങളിലേക്ക് എത്തിച്ചേരാനും കുട്ടിയുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വിശകലനമായിട്ട് പഠിക്കാനും അമ്മ തയ്യാറാവുകയും അത് സിസ്റ്റമാറ്റിക്കലി ആണെങ്കിലും അൺസിസ്റ്റമാറ്റിക്കലി ആയിട്ടാണെങ്കിലും ചിലപ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന ചില നോളജുകളും പിന്നെ ഇൻബിൽട്ടായിട്ട് അമ്മയുടെ ഉള്ളിലുള്ള ആ സിദ്ധിയും ഉപയോഗിച്ചാണ് അമ്മ കുട്ടിയെക്കുറിച്ച് മനസ്സിലാക്കുകയും കുട്ടിയോട് കൂടുതലായി അടുക്കുകയും കുട്ടിയെ സമീപിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുട്ടിയും അമ്മയും തമ്മിൽ ഒരു മാനസികവും ശാരീരികവുമായ ഒരു പൊരുത്തവും ഒരു ഐക്യവും ദൃഢപ്പെടുന്നു എന്നുള്ളതാണ് അതിലെ നിസ്തർക്കമായ ഒരു വസ്തുത. അപ്പം ഇതിൽ നിന്ന് കുട്ടി അമ്മയെ കുറേ മനസ്സിലാക്കുന്നു. അമ്മയുടെ സാന്നിധ്യം ലോകത്തിലെ എല്ലാ വ്യക്തികളെക്കാൾ കൂടുതലായി അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സ്മെല്ലും കുട്ടി എത്രയും പെട്ടെന്ന് തിരിച്ചറിയുന്നു, ഒരു കൊച്ചുകുട്ടി തിരിച്ചറിയുന്നു എന്നുള്ളത് കൂടെ അതിൽ നിസ്തർക്കമായ ഒരു കാര്യമാണ്. അപ്പം അതിൽ നിന്ന് അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, കുട്ടിയെയും അമ്മയെയും തമ്മിൽ അതിൽ നിന്ന് അത് ബന്ധിപ്പിക്കുന്നു. ഈ ഫാലോപ്പിയൻ ട്യൂബ് നിന്ന് കുട്ടി വേർതിരിക്കപ്പെടുന്നതിന് ശേഷം പോലും കുട്ടി അമ്മയോട് വീണ്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അമ്മയുടെ ചൂരും ഇതുമായിട്ട് അമ്മയുടെ ആ ഒരു ബന്ധം, ആ പൊക്കിൾപ്പൊടി ബന്ധം വീണ്ടും കുട്ടിയിൽ ദൃഢപ്പെട്ട് തന്നെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് ഇൻവിസിബിൾ ആണ്. പക്ഷെ അത് കുട്ടിയുടെ ഉള്ളിൽ തന്നെ ദൃഢപ്പെട്ട് കിടക്കുന്നു. കുട്ടി ഒരു എസ്പെഷ്യലി ആ ഒരു ബേബിഹുഡ് വിടുന്നത് വരെ കുട്ടി കൂടുതൽ ഈ ലോകത്തെ ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന അമ്മയോടാണ്. അപ്പോൾ കുട്ടികളോട് കൂടെയുള്ള അമ്മമാർക്കെല്ലാം അതിനെ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സോ അമ്മയെ കുട്ടിയെ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു കുട്ടിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ അമ്മ തന്നെയാണ് എന്നുള്ളതാണ് നിസ്തർക്കമായുള്ള ഒരു കാര്യം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.